ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള ഒരു അടിപൊളി ഹിന്ദി ക്രൈം ത്രില്ലർ കഥയാണ്. കഥയുടെ പേര് വിസ് ഫോർട്ട്. അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ ഉള്ള നല്ലൊരു ത്രില്ലിംഗ് സ്റ്റോറിയാണിത്. അപ്പോൾ കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. കഥ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ നിങ്ങൾ ഒരു ട്വിസ്റ്റ് പ്രേമിയാണെങ്കിൽ ഒരു ലോഡ് ട്വിസ്റ്റുള്ള വ്യൂഹം എന്ന ഒരു കിഡിലോസ്ക് തെലുങ്ക് സീരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ആ ഒരു സീരീസ് ഇതുവരെ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കഥയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് കടന്നാലോ? അതിനു മുമ്പ് ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ മാക്സിമം ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടിവിട്ടേക്കണേ. കഥ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മുംബൈ സിറ്റിയാണ്. ഈ മുംബൈ സിറ്റിയിലെ ഒരു ടാക്സി ഡ്രൈവറാണ് നമ്മുടെ കഥയിലെ നായകൻ. പേര് സ്വൈബ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സ്വൈബ് ജോലി ചെയ്തിരുന്നത് ഒരു റൗഡിയായിട്ടും അതുപോലെ ചെറിയ രീതിയിൽ ഡ്രഗ്സ് ഡീലിംഗ് ഒക്കെയാണ്. എന്നാൽ ഇപ്പോൾ കുറെ നാളായിട്ട് അതിൽ നിന്ന് മാറിയിട്ട് ഒരു ടാക്സി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പണ്ട് ഇല്ലീഗൽ ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പരിചയമുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനിപ്പോൾ സ്വൈബിനെ കാണാൻ വന്നതാണ്. നിനക്കിത് സെറ്റ് ആവില്ലടാ. ഈ ഒരു ടാക്സി ഡ്രൈവ് ചെയ്തിട്ട് നിനക്ക് എന്തെങ്കിലും പൈസ സമ്പാദിക്കാൻ പറ്റുമോ? പഴയ ബിസിനസ്സിലേക്ക് ഡീലിംഗിലേക്കൊക്കെ വരുന്നുണ്ടേ പോര്. എന്നാൽ ഹീറോ ഞാൻ തൽക്കാലം എങ്ങോട്ടുമില്ല. ഇപ്പോ കുറച്ച് നാളായിട്ട് നല്ല മനസമാധാനമുണ്ട്. കുറെ പൈസ ഉണ്ടായിട്ട് മനസമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു പോലീസ് ജീപ്പ് വരുന്നത്. ആ ഒരു ഫ്രണ്ട് കണ്ട് അവൻ വല്ലാതെ പേടിക്കുന്നത്. അത് കണ്ടപ്പോ സ്വൈബിന് ഡൗട്ട് അടിച്ചിട്ട് എന്താടാ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ? അപ്പോ പതിവൻ തല താഴ്ത്തിയിട്ട് എടാ എന്റെ കോട്ടില് കുറച്ച് മരുന്നുണ്ട്, നീ തൽക്കാലം ഇത് കയ്യിൽ വെക്ക്, ഞാൻ പിന്നെ വാങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. എന്നാൽ ഹീറോയ്ക്ക് വേറെ വഴിയില്ല. അങ്ങനെ പോലീസ് ഓപ്പോസിറ്റ് വരുമ്പോ അത് ഇവരെ തേടി വന്നതൊന്നുമല്ല, വെറുതെ അവൻ പറയുന്നതാണ്. അങ്ങനെ ഹീറോ തന്റെ വീട്ടിലെത്തി ആ ഒരു കോട്ട് എടുത്തിട്ട് ഉള്ളില് ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയാണ്. കാരണം ഇനിയിപ്പോ ഫ്രണ്ട് ചോദിക്കുമ്പോൾ അവന് കൊടുത്താൽ മതിയല്ലോ. ഹീറോയുടെ വീട്ടില് ആകെയുള്ളത് അവന്റെ ഉമ്മ മാത്രമാണ്. അവന്റെ അച്ഛൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ്. ഉമ്മയ്ക്ക് ചെറുതായിട്ട് ഈ അൽഷിമേഴ്സ് പോലെ ഓർമ്മ മങ്ങുന്ന ഒരു അസുഖമുണ്ട്. എന്നാൽ കുറെ കാര്യങ്ങളൊക്കെ ആ ഉമ്മക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ഹീറോ ഒരു ലക്കി എന്ന പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ കുറെ ആയില്ലേ ആ പെൺകുട്ടിയെ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്, അധികം വൈകിപ്പിക്കണ്ട, നമുക്ക് ശരിയായി കളയാന്ന്. അങ്ങനെ രാവിലെ തന്നെ തന്റെ ലവറെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ ചോദിക്കുന്നത് അല്ല എന്താ ഇത്ര രാവിലെ? ഒന്നുമില്ല, വെറുതെ. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു റൊമാൻസ് സംഭവിക്കുകയാണ്. അങ്ങനെ ഹീറോ ലക്കിക്ക് ജോലിക്ക് പോകേണ്ട സമയമായതുകൊണ്ട് ഹീറോ നല്ല ഉറക്കത്തില്ല. അപ്പോൾ അവൻ ഉണർത്താതെ വേഗം തന്നെ റെഡിയായിട്ട് ഒരു ബസ് പിടിച്ച് തന്റെ ജോലി സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നത്. അതായത് തൊട്ടടുത്ത നെയ്ബറെ വിളിച്ചിട്ടുള്ള എടാ നിന്റെ വീടിന് തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോക്കായിട്ട് എന്റെ ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വീടിന് എന്താ പറ്റിയേ, നീ വേഗം ഇങ്ങോട്ട് വാ. അങ്ങനെ വേഗം തന്നെ അവന്റെ കാറും എടുത്തിട്ട് തന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു അപകടം കണ്ട് നെയ്ബേഴ്സും കുറേയധികം ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വീട്ടിൽ വന്നുടൻ തന്നെ തന്റെ ഉമ്മ ഓക്കെ അല്ലേന്നാണ് അവൻ പോയി നോക്കുന്നത്. അപ്പോൾ ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല, എന്താ പറ്റിയെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ വീടിന്റെ ഒരു ഭാഗത്തായിട്ട് ഇലക്ട്രിക് വയർ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് തീ പിടിച്ചതാണ്. ആ ഒരു ഏരിയയിൽ മാത്രമേ തീ പിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ആ ഉമ്മയുടെ ശബ്ദം കേട്ട് വേഗം ആളുകളൊക്കെ തടിച്ചുകൂടി തീ അണയ്ക്കുകയും ചെയ്തല്ലോ. അതേ സ്ഥലത്ത് തന്നെയായിരുന്നു തന്റെ ഫ്രണ്ട് മയക്കുമരുന്ന് വെച്ച ആ ഒരു കോട്ടില്ലേ, അത് ഹീറോ തൂക്കിയിട്ടുണ്ടായിരുന്നേ. എന്നാൽ ഇപ്പൊ അതവിടെ കാണാനില്ല. അപ്പോൾ ഷോക്കായിട്ട് ഇനിയിപ്പോ ആ ഒരു കോട്ടും തീ പിടിച്ച് പോയിട്ടുണ്ടാവോ? അവിടെയുള്ള ആളുകളോട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ കോട്ട് കണ്ടിരുന്നോ? ആരും കണ്ടില്ല എന്ന് പറയുമ്പോൾ അവന്റെ ഉമ്മയോട് ചോദിക്കുന്നുണ്ട് ഉമ്മ ഇങ്ങനെ ഒരു കോട്ട് കണ്ടിരുന്നോ? അപ്പൊ ഉമ്മ ചിലപ്പോ നിന്റെ ഉപ്പ ജോലിക്ക് പോകുമ്പോ അത് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. എന്നാൽ ഹീറോയുടെ ഉപ്പ മരണപ്പെട്ടിട്ട് കുറെ വർഷമായില്ലേ. ഉമ്മാക്ക് മറവുള്ളത് കൊണ്ട് തന്നെ പഴയ ഓർമ്മയിൽ പറയുന്നതായിരിക്കുന്നത് അവന് മനസ്സിലാവുന്നുണ്ട്. അതിനിപ്പോ എവിടെ പോയിട്ടുണ്ടാവുക, പണിയാവോ? ചിന്തിച്ചു കഴിഞ്ഞില്ല. ഉടനെ തന്നെ ആ കോട്ട് കൊടുത്ത ഫ്രണ്ട് വിളിച്ചിട്ട് ആ ഒരു കോട്ട് സേഫ് അല്ലേ, ഞാൻ വാങ്ങിക്കോളാം, അത് ഇന്ന് ഡീൽ ചെയ്യേണ്ടതാ. എന്നാൽ ഇപ്പൊ എന്താ അവസ്ഥ, കോട്ട് കയ്യിലല്ലോ. അപ്പൊ ഹീറോ അളിയുടെ ചെറുതായി തീ പിടിച്ചിട്ട് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്, ഞാൻ പിന്നെ തന്നാ മതിയോ? അത് കേട്ടപ്പോ ഫ്രണ്ടിന് ചെറുതായിട്ട് സംശയം വരികയാണ്. ആളുകളുണ്ടെങ്കിൽ എന്താ, ഒരു കോട്ടല്ലേ, അതിന്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് നമുക്ക് രണ്ടുപേർക്കല്ലേ അറിയുള്ളൂ. അതായത് ഹീറോ എന്തോ കളിക്കുന്നില്ലെന്ന് ഉറപ്പായപ്പോ ഉടനെ തന്നെ ഹീറോയുടെ വീട്ടിലേക്ക് പോകാന് അവന്റെ കൂട്ടാളികളോട് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി ചേർന്നിട്ട് ഹീറോയെ തേടി വരുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ലക്കി ജോലി ചെയ്യുന്നത് ഒരു റെസ്റ്റോറന്റിലാണ്. ബസ്സിൽ നിന്ന് ആ റെസ്റ്റോറന്റ് കാണുമ്പോൾ തന്നെ അവൾ ആരെയോ കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അതായത് ടൈം കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടല്ലോ. എന്നാൽ കടയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഇന്ന് ഓണർ ഇല്ല, മറിച്ച് ഓണറിന്റെ മകനാണുള്ളത്. എന്താ ലക്കി, ജോലിക്ക് ഇതുപോലെ വല്ലാതെ ലേറ്റ് ആയിട്ട് ഡെയിലി വരാറ്? ഇത് തീരെ ശരിയല്ലട്ടാ എന്ന്
എന്നിട്ട് പ്ലേറ്റ് മറിച്ചിട്ട് പിന്നെ നീ ദിവസം കഴിയുന്നവരും സുന്ദരിയെ കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഫ്ലേട്ടിങ് തുടങ്ങുകയാണ്. എന്നാൽ അവൾക്ക് തീരെ അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗിനോട് ഇവനൊക്കെ വീട്ടിലിരുന്നാ പോരെ, വെറുതെ സമാധാനം കളയാന് കടയിലേക്ക് വരേണ്ട ആവശ്യം എന്താ എന്നിട്ട് ഒടുക്ക തോൽപ്പിക്കലും. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിലെ അവനവന്റെ കൂട്ടാളികൾ കൂട്ടിട്ട് നേരെ ഹീറോയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അല്ല നീലടാ പറഞ്ഞേ ഇവിടെ നിറച്ച ആൾക്കാരാന്ന്, തൽക്കാലം നീ ആ കോട്ടെടുക്ക്, പോയിട്ട് കുറെ പണിയുണ്ട്. എന്നാൽ ഹീറോ എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ചെറുതായിട്ട് തീ പിടിച്ചു, തീ പിടിച്ചാൽ എന്താ അത് അണയും ചെയ്തില്ലേ, ചെറിയ പ്രശ്നമല്ലേ, നീ കളിക്കാതെ കോട്ടെടുക്ക്. എന്നാൽ ഹീറോ എടാ അതാ പറഞ്ഞു വരുന്നേ, ആ കോട്ട് അത് കാണാനില്ല. എന്ത് കാണാനില്ലെന്നോ, നീ എന്താ തമാശ പറയാ, അതാരെ ചരക്കാന്നറിയോ, ആസിഫ് ഭായില്ലേ അങ്ങേരതാ, അങ്ങേരെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാല് എന്താ സംഭവിക്കാന്നറിയില്ലേ, നീ മര്യാദക്ക് ആ കോട്ടിങ് തന്നേക്ക്. എടാ ഞാൻ പറഞ്ഞ സത്യ, ഞാനത് തേടി കണ്ടുപിടിച്ചു തരാം. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ടിനെ കണ്ടപ്പോ എടാ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട് കുറെ നാളായല്ലോ, നിനക്ക് സുഖമല്ലേ, എന്നാൽ ഫ്രണ്ട് ആണെങ്കിൽ വല്ലാതെ ദേഷ്യത്തിലല്ലേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ. അങ്ങനെ ഹീറോയുടെ ഉമ്മയുടെ നേരക്ക് ഗണ്ണ് ചൂണ്ടാണ്. പൊന്നുമോനെ ഇന്ന് വൈകുന്നേരം ആ സാധനം കൊടുക്കേണ്ടതാ, നിനക്കിനി അധികം സമയമില്ല, അതിനുള്ളില് എന്റെ ചരക്ക് എന്റെ കയ്യിൽ വരണം, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. അതും പറഞ്ഞിട്ട് അവനവന്റെ ആൾക്കാരെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഹീറോയ്ക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. വൈകുന്നേരം അവൻ തിരിച്ചു വന്നാലും എവിടുന്നാ സാധനം എടുത്തു കൊടുക്കുക, അതെവിടെയാ പോയേ, ആരെ കൊണ്ടുപോയത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതുമല്ല അത് ഗ്യാങ്സ്റ്റർ ആസിഫായുടെ സാധനമല്ലേ, അതിന്റെ വില ലക്ഷങ്ങളാണ്. അയാളെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ജീവൻ എടുക്കാനും മടിക്കില്ല. എന്താ ചെയ്യാന്നറിയാതെ ഒന്ന് ലക്കിയെ കാണാന് നേരെ കടയിലേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയുടെ ഫേസ് കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ട് എന്താ ഈ ടൈമിൽ കടയിലേക്ക്. അപ്പോൾ ഹീറോ അവന് സംഭവിച്ച എല്ലാ കാര്യം പറയാണ്. ആ ഒരു സാധനം അതെവിടെ പോയെന്ന് അറിയുന്നില്ല, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സാധനം കൊടുക്കണ്ടേ, അതിന് പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിന്നെയും ഉമ്മയും അവരെന്തെങ്കിലും ചെയ്യാനും മടിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സേഫായിട്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. എന്നാൽ ഹീറോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാല് എങ്ങോട്ടാ പോവാ. എന്നാൽ ലക്കിയും ഹീറോയും സംസാരിക്കുന്നത് ആ ഒരു കടയുടെ ഓണറിന്റെ മകൻ രാജ് കാണുന്നില്ലേ. അപ്പോൾ ലക്കിയോട് കുറച്ച് നേരമായാലോ രണ്ടുപേരും തമ്മിൽ, അവനോടൊന്ന് സ്ഥലം കാലിയാക്കാൻ പറ. എന്നാൽ ലക്കി കുറച്ച് അർജന്റ് കാര്യം, ഒരു 5 മിനിറ്റ്. എന്നാൽ രാജനാണെങ്കിൽ അവർ സംസാരിക്കുന്നത് കാണുമ്പോൾ എവിടുന്നോ ചൊറിഞ്ഞു കയറുന്നുണ്ട്. നിന്നോട് ഞാൻ കുറെ നേരെ പറയുന്നു കടയിൽ നിന്ന് പുറത്തു പോകാൻ, എന്നാൽ ഓൾറെഡി നമ്മുടെ ഹീറോ തീയിലല്ല നിൽക്കുന്നത്, വല്ലാതെ പ്രഷർ കയറാണ്. എന്താടാ മറ്റുള്ള സിറ്റുവേഷൻ മനസ്സിലാവാതെ കടിച്ചു കയറുന്നേ, നിനക്കെന്താ, നിന്റെ എന്തെങ്കിലും ഞാൻ എടുത്തിട്ട് എവിടെയെങ്കിലും പോയോ. അങ്ങനെ രാജിന്റെ അടുത്ത് പഞ്ഞു കിടുമ്പോ ലക്കി നീ എന്താ കാണിക്കുന്നേ. അങ്ങനെ അവനെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഹീറോ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് വേഗം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയാവും. അങ്ങനെ ലക്കിയും കൂട്ടിട്ട് തന്റെ കാറിൽ പോകാൻ നോക്കുമ്പോൾ അവള് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ അവനെ തല്ലിയേ, ഇപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോന്നേ, എന്റെ ജോലി തെറിക്കില്ലേ, ഓൾറെഡി കുറേയധികം പ്രശ്നത്തില്ല, അതിനിടയ്ക്ക് ജോലി പോയാല്. അപ്പൊ ഹീറോ ജോലിയൊക്കെ നമുക്ക് എന്തെങ്കിലും ആക്കാം, ഇപ്പൊ അതിനേക്കാളും വലിയ കുറെ പ്രശ്നമില്ലേ, അത് നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം. അപ്പോഴാണ് കാറിന്റെ പിന്നില് ഒരു ചെറിയ പയ്യനെ ഹീറോ കാണുന്നേ. എന്നാല് അവനെ പയ്യനെ പരിചയമില്ല. അല്ല ഇവനിതാരാ, ലക്കിയോട് നിനക്ക് ഈ കുട്ടി അറിയോ. അപ്പോൾ അവളും പറയുന്നുണ്ട് ഞാനാണ് അവനോട് വണ്ടി കയറാൻ പറഞ്ഞു. എന്നിട്ട് ആ ഒരു കുട്ടി എങ്ങനെയാണ് ആ വണ്ടിയിലെത്തിയത് ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. ആ ഒരു ചെറിയ കുട്ടിയുടെ പേര് പാഡി എന്നാണ്. പാഡിയുടെ അച്ഛന്റെ പേര് ആകാശ്, അതുപോലെ ഭാര്യ പ്രിയ. ആകാശ് ഒരു പൈലറ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ഓരോ സ്ഥലത്തും പല നാട്ടിലേക്കും രാജ്യങ്ങളിലേക്ക് പോകേണ്ടിരുന്നുകൊണ്ട് ഫാമിലി ആയിട്ട് ശരിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യം പറഞ്ഞിട്ട് പ്രിയയും ആകാശും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് ആണ്. അങ്ങനെ രാവിലെ അവരുടെ മകൻ പാഡി സ്കൂളിലേക്ക് പോകാൻ റെഡി ആയപ്പോൾ അവൻ തന്റെ അച്ഛനോട് അച്ഛാ ഇന്ന് അച്ഛൻ എന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി. എന്നാൽ നോർമലി പ്രിയയാണ് അവനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാറ്, എന്നാൽ ആകാശിന് പോകേണ്ട ടൈം ആവുന്നുണ്ട്. എന്നാൽ കുറച്ച് നാളായിട്ട് തന്റെ മകൻ തന്നോടൊരു ആഗ്രഹം പറഞ്ഞിട്ടില്ല, അപ്പൊ അവനോട് പറ്റില്ല എന്ന് പറയാനും പറ്റുന്നില്ല. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് താഴെ എത്തി വണ്ടി എടുക്കാൻ പോകുമ്പോഴാണ് പാഡി ഒരു കാര്യം ഓർക്കുന്നത്, അച്ഛാ പ്രൊജക്ടിന്റെ സാധനങ്ങൾ വീട്ടിൽ വെച്ച് മറന്നുപോയി. എന്നാൽ അപ്പോഴേക്കും അവന്റെ അമ്മ പ്രിയ അവൻ ഒരുക്കി വെച്ച ആ സാധനങ്ങളൊക്കെ അവന് കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് അവർ രണ്ടുപേരും പറഞ്ഞയക്കാണ്. പോകുന്ന സമയത്ത് പാഡി തന്റെ അച്ഛനോട് അവന്റെ ഉള്ളിലുള്ള ചെറിയ സങ്കടങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ എന്താ എപ്പോഴും വീട്ടിൽ വരാതെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വന്നൂടെ. അപ്പൊ ആകാശ് എന്റെ ജോലിയുടെ അവസ്ഥ അങ്ങനെയാടാ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാഡിയിലെ അമ്മ കൊടുത്ത പ്രൊജക്ടിന്റെ സാധനങ്ങൾ നോക്കുമ്പോൾ അതിൽ ഒരു സിംഹത്തിന്റെ പാവയുണ്ട്. ആ പാവ അതിൽ കാണുന്നില്ല. എന്നാൽ അതില്ലാതെ പ്രൊജക്ട് ചെയ്യാനും പറ്റില്ല. അച്ഛാ എന്റെ സിംഹത്തിന്റെ പാവ വീട്ടിൽ മറന്നുപോയി, നമുക്കത് വേഗം പോയി എടുത്തിട്ട് വന്നാലോ. എടാ ഒരു പാവയിലെ മിസ്സായിട്ടുള്ളൂ, ബാക്കിയുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ. അത് പറ്റില്ല അച്ഛാ, കാരണം ആ ഒരു സിംഹമാണ് മെയിൻ ക്യാരക്ടർ, വേഗം പോയിട്ട് വരാന്ന്. അവസാനം ആകാശം ആ ശരി പോയിട്ട് വരാം. അങ്ങനെ കാറ് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ പോകുന്ന വഴിക്ക് ഒരു അപ്പാർട്ട്മെന്റിന് അരികിലെത്തിയപ്പോൾ അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. കുറച്ചപ്പുറത്താണ് അവരുടെ വീട്. അപ്പോഴാണ് ആകാശ് ഒരു കാഴ്ച കാണുന്നത്. തന്റെ ഭാര്യ പ്രിയ വീട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ പ്രിയ ഒന്ന് വിളിക്കാൻ നോക്കുമ്പോൾ താഴെ വന്ന് പ്രിയ നേരെ ഒരു കാറിൽ കയറുകയാണ്. ആ ഒരു കാറിൽ ഏതോ ഒരാളുണ്ട്. കാറിൽ കയറിയ ഉടൻ തന്നെ ആ ഒരു കാറിലുണ്ടായിരുന്ന ആളെ അവളെ കിസ് ചെയ്യാണ്. ആ ഒരു കാഴ്ച കണ്ടപ്പോ ആകാശ് തകർന്നു പോകുന്നുണ്ട്. തന്റെ ഭാര്യ പ്രിയ അവൾക്ക് ഞാൻ അറിയാതെ ഒരു റിലേഷൻ ഉണ്ടോ. അപ്പോഴാണ് ആ ഒരു കാർ അവിടെ നിന്ന് മൂവായി പോകുന്നത്. എങ്ങനെയെങ്കിലും അതിന്റെ പിന്നാലെ പോകണം. അങ്ങനെ ആകാശ് കാർ എടുക്കാൻ നോക്കുമ്പോൾ അവിടെ ബ്ലോക്ക് അല്ലേ. എന്നാൽ ആ ഒരു ബാരിക്കേഡൊക്കെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് അവിടുന്ന് കാർ എടുത്ത് മുമ്പോട്ട് പോവാണ്. അപ്പോൾ വീട് ക്രോസ് ആയി പോകുമ്പോൾ മോൻ ചോദിക്കുന്നുണ്ട് അല്ലാച്ച എന്താ വീട്ടിൽ നിർത്താതെ ആ ഒരു പാവ എടുക്കണ്ടേ. എന്നാൽ ആകാശ് മറുത്തൊന്നും പറയാതെ ആ ഒരു കാറ് മിസ്സാവാതിരിക്കാൻ
അതിന്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഒരു കാറ് ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തിയിട്ട് അവന്റെ ഭാര്യ പ്രിയയും അതിലുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയിലെ അവർ രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് കയറാണ്. എന്നാൽ ആ കാഴ്ചയൊന്നും തന്റെ മകൻ പാടിയെ കാണാൻ ആകാശ് അനുവദിച്ചിട്ടില്ല. എന്നാൽ ആകാശ് വ്യക്തമായിട്ട് ആ ഒരു കാഴ്ച കണ്ടിട്ടില്ലേ. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് തന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോവാണ്. അതേ കടയിൽ തന്നെയാണ് നമ്മുടെ ലക്കിയും ജോലി ചെയ്യുന്നത്. അപ്പോൾ പാടിയാണെങ്കിൽ അല്ലാച്ച എന്താ ഇവിടെ, നമുക്ക് വീട്ടിൽ പോയിട്ട് ആ ഒരു പാവ എടുക്കണ്ടേ, ആ പാവ അതൊക്കെ എടുക്കാം, എനിക്ക് അർജന്റായിട്ട് ഒരു വർക്ക് ഉണ്ട്, നിനക്ക് ഞാൻ കുറെ നാളൊരു ട്രീറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിനക്ക് എന്താ വേണ്ടേ നീ വാങ്ങി കഴിച്ചോ. എന്നിട്ട് ലക്കിയെ വിളിച്ചിട്ട് മാറ്റി നിർത്തിയിട്ട് കുറച്ചു നേരം എന്റെ മോനെ ഒന്ന് നോക്കണേ, അവന് വേണ്ട ഫുഡ് കൊടുത്തോ, ഞാൻ വേഗം വന്നേക്കാം. അങ്ങനെ അവൾക്ക് പൈസ കൊടുക്കുമ്പോ ഇല്ല സാറേ, എനിക്കത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആകാശിന് ഒരു കാര്യം ഉറപ്പാണ്, കാരണം തന്റെ സിറ്റുവേഷൻ അവൾക്ക് മനസ്സിലായാലേ അവളെ ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുള്ളൂ. അങ്ങനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് സാഹചര്യങ്ങൾ പറയുമ്പോൾ ദയവ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യ്, ഒരു 10 മിനിറ്റ് മതി, ഞാൻ വേഗം വന്നേക്കാം. അങ്ങനെ ലക്കിയും സമ്മതിക്കുകയാണ്. അങ്ങനെ ആകാശ് അവിടുന്ന് വേഗം പോകുന്നത് തന്റെ ഭാര്യയും ആ ഒരു വ്യക്തിയും കയറിപ്പോയ ആ ഒരു ഹോട്ടലിലേക്കാണ്. അങ്ങനെ ഒരു പുതിയ റൂം എടുത്തിട്ട് എന്റെ റൂമിലേക്ക് നിങ്ങളുടെ ആ ഒരു റൂം ബോയില്ലേ അവരൊന്ന് പറഞ്ഞേക്കേ. അങ്ങനെ റൂമിലെത്തി വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ചു നേരത്തുള്ളിൽ തന്നെ റൂം ബോയ് ആ റൂമിലേക്ക് വരികയാണ്. അപ്പൊ ആകാശ് നിങ്ങളുടെ ഹോട്ടലിലേക്ക് കുറച്ചു നേരത്തെ ഒരു ബ്ലൂ കളർ ഡ്രസ് ഇട്ടിട്ട് ഒരു ലേഡി വന്നില്ലേ, അവരുടെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും ഏത് റൂമിലേക്കാ പോയതെന്നറിയോ, ഒന്ന് അന്വേഷിച്ച് പറയാൻ പറ്റുമോ? എന്നാൽ അവനാണെങ്കിൽ അത് സാറേ അതൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് അറിയൂല. അപ്പോൾ ആകാശ് കുറച്ച് പൈസ കൊടുത്തിട്ട് ഇനി പറയാൻ പറ്റുമെന്നൊന്ന് നോക്കുവോ? അപ്പൊ അവനും സാറേ കുറച്ച് സമയം തരുമോ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. അങ്ങനെ റൂം ബോയ് പുറത്തു പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവനെ കാണുന്നില്ല. അവൻ വരുന്നവരെ ആകാശിനെ കാത്തു നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി തേടി നോക്കുമ്പോഴാണ് രണ്ടുപേരൊരു റൂമിലേക്ക് കയറിപ്പോന്ന് കാണുന്നത്. അവരെ വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആ റൂമിലാണ് തന്റെ ഭാര്യയെങ്കിലോ. അങ്ങനെ ആ റൂമിന്റെ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ആ റൂമിലുള്ളത് വേറെ ഏതോ രണ്ടാൾക്കാരാണ്. അപ്പോൾ ആകാശ് റൂം മാറിപ്പോയതാണ്. അങ്ങനെ സോറിയും പറഞ്ഞിട്ട് അവിടുന്ന് വേഗം തിരിച്ചു പോവാണ്. എന്നാൽ ആകാശിനെ തന്റെ ഭാര്യ തന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവന്റെ റൂമിന് താഴെ ഒരു പേപ്പർ കാണുന്നത്. നോക്കുമ്പോൾ അതിൽ ആ റൂം ബോയില്ലേ തന്റെ ഭാര്യയും ആ ഒരു വ്യക്തിയും ഏത് റൂമിലാണുള്ളത് ആ ഡീറ്റെയിൽസ് ആണ്. അതേ സമയത്ത് ആ ഒരു ഹോട്ടലിൽ തന്റെ മകനാക്കിയിട്ടല്ലേ ആകാശ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാഡിയുടെ എല്ലാ കാര്യവും നമ്മുടെ ലക്കി അരികിലിരുന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കാഴ്ച നമ്മുടെ ഓണർ രാജു കണ്ടപ്പോൾ അല്ല നീ എന്തിനാ ഈ പയ്യനെ നോക്കിയിരിക്കുന്നേ, നിനക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ല, ആദ്യം ഇവന്റെ പാരന്റ്സിന്റെ അടുത്ത് ഏൽപ്പിക്കും. അങ്ങനെ കടിച്ചു കയറാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് പ്രിയ ഒരു റൂമിലേക്ക് കയറിപ്പോയില്ലേ, അവളുടെ കൂടെ ഉണ്ടായിരുന്നത് അവളുടെ രഹസ്യ കാമുകൻ തന്നെയായിരുന്നു. ഇവന്റെ പേര് ജാവേദ്. അങ്ങനെ അവരുടെ റൊമാൻസ് കഴിഞ്ഞിട്ട് അവരുടെ മാരേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആരോ ആ റൂമിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നത്. അപ്പോൾ ഉറപ്പല്ലേ പുറത്ത് നമ്മുടെ ആകാശ് തന്നെയാണ് തന്റെ ഭാര്യയെ തേടി നിൽക്കുന്നത്. ആ കാഴ്ച കണ്ട സെക്യൂരിറ്റി അല്ല സാറേ ഇത് നിങ്ങളുടെ റൂമല്ലല്ലോ, എന്നാൽ ആകാശ് കൺട്രോൾ പോയി നിൽക്കുകയല്ലേ, ആവശ്യമുള്ളതുകൊണ്ടാ ചേട്ടാ ഈ റൂമിന് മുമ്പിൽ. അങ്ങനെ അയാളുമായിട്ട് ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു റൂമിന്റെ വാതിൽ ഓപ്പൺ ആവാണ്. അവനെ കണ്ടപ്പോൾ ആകാശിന്റെ കൺട്രോൾ പോയിട്ട് അവനടുത്ത് പഞ്ഞി കിടന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ലക്കി ഓൾറെഡി കണ്ടതല്ലേ ആകാശ് ഏത് ഹോട്ടലിലേക്ക് പോയതെന്ന്. അപ്പോൾ അവന്റെ മകൻ പാഡിയും കൂട്ടിയിട്ട് ആ ഹോട്ടലിലേക്ക് വന്നിട്ട് അവിടുത്തെ റിസപ്ഷനിലെ ലേഡിയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു പൈലറ്റ് ക്യാപ്റ്റന്റെ ഡ്രസ്സിൽ ഒരാൾ വന്നില്ലേ, അങ്ങനെ ഏത് റൂമിലേക്ക് പോയെ? അപ്പോഴാണ് സെക്യൂരിറ്റി വന്ന് പറയുന്നത് നിങ്ങൾ ആ ക്യാപ്റ്റൻ തേടി വന്നതാ, അയാള് മുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ ആകാശ് ജാവേദിന്റെ അടുത്ത് പഞ്ഞിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഭാര്യ പ്രിയ വന്നിട്ട് ആകാശിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് നിർത്ത്, അവന്റെ ഭാഗത്ത് തെറ്റില്ല, എന്റെ അടുത്ത തെറ്റ് മുഴുവൻ, നിനക്ക് ആരെങ്കിലും തല്ലിയാല് ദേഷ്യം തീരെങ്കിലേ നീ എന്നെ തല്ലിക്കോ. അപ്പൊ ആകാശ് അല്ല നീ എന്തിനാ എന്നോട് ഇത് ചെയ്തേ, നിനക്ക് അറിയുന്നില്ലേ നിന്റെ ജോലിയായിട്ട് നീ പോയി കഴിഞ്ഞാല് എപ്പോഴാ വീട്ടിൽ വരിക, ചിലപ്പോ മാസത്തില് 2 മാസത്തില് 3 മാസത്തിലൊരിക്കൽ ഞാനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ആകാശ് ഞാൻ എന്തിനാ പോകുന്നേ, എന്റെ ജോലിക്കല്ലേ, ജോലി ചെയ്താലല്ലേ നമ്മുടെ കാര്യം നടക്കൂ, നീ എല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ എന്റെ ലൈഫിലേക്ക് വന്ന്. അങ്ങനെ ആർഗ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോൾ സെക്യൂരിറ്റി അങ്ങോട്ട് വന്നിട്ട് ആകാശിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ദേഷ്യത്തില് അവിടുന്ന് അവൻ തിരിച്ചു പോവാണ്. എന്നാൽ കുറച്ചു നേരത്തെ ലക്കി പാഡിയും കൂട്ടി വന്നപ്പോ ഹോട്ടലിൽ നിന്ന് പറഞ്ഞെന്താ ആകാശ് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കാന്നല്ലേ. ഓൾറെഡി സിറ്റുവേഷനൊക്കെ അവളോട് പറയുകയും ചെയ്തുകൊണ്ട് ആ ഒരു കുഞ്ഞ് തന്റെ അമ്മയെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കാന് അവൻ അപ്പം തന്നെ അവളോടൊന്ന് കൂട്ടിയിട്ട് തിരിച്ച് അവളുടെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടയിലിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് വരുന്നതും ആ ഒരു രാജുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നതും അവിടെ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതും. അതേ സമയത്ത് നെഞ്ച് തകർന്നിട്ട് ആകാശ് തന്റെ മകനെ കൂട്ടിപ്പോകാനായിട്ട് ആ ഒരു കടയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ തന്റെ മകനെ കാണുന്നില്ല. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്റെ മകനെ ഇവിടെ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവള് നിങ്ങളുടെ മകനെ കൂട്ടിട്ട് എങ്ങോട്ടോ പോയതാ. എന്നാൽ ആകാശ് എങ്ങോട്ട് പോയിന്ന്, എന്റെ മകനെ കൂട്ടിട്ട് അവള് പോകേണ്ട ആവശ്യം എന്താ, എനിക്ക് ആ പെൺകുട്ടിയുടെ മൊത്തം ഡീറ്റെയിൽസ് വേണം. അങ്ങനെ രാജില്ലേ അവളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പോകുമ്പോൾ ആകാശ് ആ ഹോട്ടലിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവന്റെ ഭാര്യയെ പ്രിയയും അതുപോലെ ജാവേദും കണ്ടിട്ടുണ്ടായിരുന്നു. പ്രിയ ആകാശിനോട് അല്ല എന്താ പ്രശ്നം. അപ്പോൾ ആകാശ്
സംഭവിച്ച എല്ലാ കാര്യം പറയുമ്പോ നിനക്ക് ബോധമില്ലേ? മോനെ ഒറ്റ കൂട്ടിട്ട് പോവാ? അപ്പൊ ആകാശ് പിന്നെ നീ ചെയ്തത് നിന്റെ മോനെ കാണിച്ചു കൊടുക്കാന് അവനെയും കൂട്ടിട്ട് ഞാൻ വരണമായിരുന്നു. അപ്പോ അങ്ങോട്ട് വന്ന രാജില്ലേ നമ്മുടെ ലക്കിയുടെ ഡീറ്റെയിൽസ് ആകാശിന് കൊടുക്കാണ്. അപ്പോ പ്രിയ നമ്മുടെ മകനെ കിട്ടുന്നവരെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മറക്കാം. ആദ്യം നമുക്ക് മകനെ തേടി പിടിക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ലക്കിയുടെ ഡീറ്റെയിൽസ് കിട്ടിയില്ലേ? അപ്പോൾ അവർ രണ്ടുപേരും അവളുടെ അഡ്രസ്സിലേക്ക് വണ്ടിയിൽ പോവാണ്. പോകുന്ന സമയത്ത് ലക്കിയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ ഹീറോ ലക്കിയോട് നമുക്കിപ്പോൾ ഓൾറെഡി കുറെ പ്രശ്നമില്ലേ, ഈ കുഞ്ഞിനെ ഇവിടെ എവിടെയെങ്കിലും ആക്കിയിട്ട് ആരെങ്കിലും ഏൽപ്പിക്കേ? അതെങ്ങനെ ചെയ്യാൻ പറ്റാ? ഇവന്റെ അച്ഛൻ വിശ്വസിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ? അവൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലെന്ന് ഉറപ്പായപ്പോ നമ്മുടെ പാടിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഹീറോയുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ വേഗം തന്നെ ഉമ്മയും കൂട്ടിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാ. എന്നാൽ ഉമ്മയാണെങ്കിൽ ആ ഒരു ചെറിയ കുഞ്ഞിനെ കണ്ടപ്പോ എന്തോ പരിചയമുള്ള പോലെ. ആ ഒരു കുഞ്ഞിനും ഒന്നും മനസ്സിലാവുന്നില്ല. ഇവരെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഇവർക്ക് എന്നെ എങ്ങനെയാ അറിയാ? അങ്ങനെ ആ ഒരു ഉമ്മയില്ലേ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ആ ഒരു കുഞ്ഞിന് കൊടുക്കാണ്. അതേ സമയത്ത് നമ്മുടെ ആകാശ് നമ്മുടെ ലക്കി കുറെ നേരമായിട്ട് ഫോൺ ചെയ്യായിരുന്നില്ലേ? അങ്ങനെ അവസാനം ലക്കി ഫോൺ പിക്ക് ചെയ്യാണ്. അപ്പൊ ആകാശ് നിനക്ക് എന്താ വേണ്ടേ? പൈസയല്ലേ? നീ ചോദിക്കുക, ഞാൻ തരാം. എന്റെ മോനൊന്നും ചെയ്യല്ലേ, അവനെ വിട്ടേക്ക്. അപ്പോഴേക്ക് സാറ് നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചതാ, ഞാൻ പൈസക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അവനെ കൂട്ടിയിട്ട് വന്നേ. അവനെ ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചേക്കാം. അത് പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സ് ഇല്ലേ അവര് ആൾക്കാരെയും കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോയും അവരെ ലോക്ക് ചെയ്തിട്ട് ഓൾറെഡി ലക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, അവളുടെ ഫോൺ തന്നെ എറിഞ്ഞുടക്കുകയാണ്. എന്നാൽ ആകാശ് എന്താ കരുതുന്നേ? സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഫോണ് കട്ട് ചെയ്താന്നല്ലേ? അപ്പോ പ്രിയ എന്താ പറ്റുന്ന ചോദിക്കുമ്പോ എനിക്ക് എങ്ങനെ അറിയാനാ? സംസാരിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഫോൺ കട്ടായി. അപ്പോ പറയുകയാണെങ്കിലേ നിങ്ങൾ മോനെ ശ്രദ്ധിക്കായിട്ടാ ഇങ്ങനെ സംഭവിച്ചെന്നും ആകാശ് നിന്റെ അഫയർ കൊണ്ടാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ടുപേരും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, നമ്മുടെ ഹെഡ് തായില്ലേ അവരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അവരോട് എത്തുമായിരിക്കും. ആ ഒരു തായ് എന്ന പേര് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ട് ഭയം വരുന്നുണ്ട്. അതായത് തായ്ക്ക് മറ്റൊരു പേരുണ്ട്, ആസിഡ് തായ്. അപ്പോൾ അവരങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, തായ് നമ്മുടെ 40 ലക്ഷത്തിന്റെ സാധനമാണ് ഇവനോട് ഒളിപ്പിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇവൻ പറയുന്നത് വീടിന് തീ പിടിച്ചപ്പോൾ കാണാതായെന്നൊക്കെയാണ്. ഒന്നുകിൽ അത് കത്തി നശിച്ചിട്ടുണ്ടാവും. എന്നാൽ ഹീറോ അത് കത്തി നശിക്കാനുള്ള സാധ്യതയില്ല, കാരണം അത്ര വലിയ ഫയർ ഒന്നും ഉണ്ടായിട്ടില്ല. ആ കോട്ടിന്റെ അവശിഷ്ടം അവിടെ കണ്ടിട്ടുമില്ല. അപ്പൊ ഈ വീട്ടിൽ എവിടെയെങ്കിലും തന്നെ അതുണ്ടാവും. കുറച്ച് സമയം തന്നാൽ മതി, ഞാൻ തേടി കണ്ടുപിടിച്ചു തരാം. എന്നാൽ തായ്ക്ക് തോന്നുന്നത് എന്താ, നമ്മുടെ ഹീറോ കളവ് പറയാന്നല്ലേ? ഇനിയും ഇവനോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ബോട്ടിൽ ആസിഡ് ഉണ്ടാവും. അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നേരെ അതും എടുത്തിട്ട് ലക്കിയുടെ മേലെ ഒഴിക്കാൻ വരുമ്പോൾ അത് കണ്ട ഹീറോയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ അവിടെ പേടിച്ച് മറിഞ്ഞിരുന്ന നമ്മുടെ കുഞ്ഞു പയ്യൻ പാടിയില്ലേ അവനെ കൂട്ടുകൊണ്ടിട്ട് പറയുന്നുണ്ട്, ഇവനൊരു പണക്കാരൻ പൈലറ്റിന്റെ മകനാ. ഇവനെ വെച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാലേ നിങ്ങളുടെ ചരക്കിനെക്കാളും കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരെ, അവളൊന്നും ചെയ്യല്ലേ? അത് കേട്ടപ്പോൾ തായ്ക്കും തോന്നിട്ട് എന്നാ പിന്നെ അങ്ങനെ ചെയ്തേക്കാം. ഒരു കാര്യം ചെയ്, ഈ പയ്യന്റെ അച്ഛനെ വിളിച്ചിട്ട് ഒരു 2 കോടി തരാൻ പറ. അപ്പൊ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഈ ഒരു ചെക്കൻ ഉണ്ടായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ആ ഒരു കുട്ടിയുടെ അച്ഛനൊന്ന് ഫോൺ ചെയ്യണം. അങ്ങനെ അവനെ കൂട്ടിയിട്ട് അവരുടെ ഒരു കൂട്ടാളിയുണ്ട്, അവന്റെ പേര് അൽത്താഫ് എന്നാണ്. അങ്ങനെ അവനെയും കുറച്ച് ആളുകളെയും അവിടെ നിർത്തിയിട്ട് അവര് പോവാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആകാശില്ലേ അവനവന് പരിചയമുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയുടെ പേര് രമേശ് എന്നാണ്, ഒരു SI ആയിരുന്നു, എന്നാൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, എന്റെ മകനെ കാണുന്നില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ, എന്നാൽ അവനെ തട്ടിക്കൊണ്ടു പോയതാന്ന് തോന്നില്ല, കാരണം ഞാൻ അവനെ ഏൽപ്പിച്ച ആ ഒരു ലേഡി അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഫോണ് കട്ടായതാ. എന്നാൽ SI ഫോണ് കട്ടായിരുന്നു. എനിക്കിത് കാണുമ്പോൾ ശരിക്കും ഒരു കിഡ്നാപ്പ് പോലെ തന്നെ തോന്നേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ ഇൻഫോം ചെയ്യാം. നിങ്ങൾ തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോ. അങ്ങനെ അവർക്ക് വേറെ വഴിയില്ലാതെ രണ്ടുപേരും വീട്ടിലേക്ക് വരികയാണ്. അവരുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന് രണ്ടാളും ഭയത്തിലല്ലേ. പിറയാണെങ്കിൽ തന്റെ മകന്റെ ഫോട്ടോ സങ്കടത്തിൽ നോക്കി നിൽക്കുമ്പോൾ ആകാശിനും ഒരു സിമ്പതി തോന്നാണ്. അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ അവളുടെ അടുത്തേക്ക് വരാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു കോൾ വരികയാണ്. നോക്കുമ്പോൾ അത് ജാവീദാണ്. ജാവീദിനോട് അവളുടെ സങ്കടം പറയുമ്പോൾ അത് കേൾക്കുന്ന ആകാശിനെ തരിച്ചു കയറുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫോൺ പിടിച്ചു വാങ്ങിയിട്ട്, അല്ല കോപ്പെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിനക്ക് അറിയുന്നില്ലേ, ഇപ്പോഴും നിനക്ക് ഫോൺ വിളിക്കാതിരിക്കാൻ പറ്റില്ല, ഒന്ന് ഫോൺ വെച്ചിട്ട് പോടാ. അതേ സമയത്ത് ഹീറോയും ഫ്രണ്ടും കൂടി നമ്പർ ഒന്നും ട്രാക്ക് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു പബ്ലിക് ബൂത്തിൽ വന്നിട്ട് ആകാശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ മോൻ സേഫ് ആയിട്ട് ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ മോനെ വേണമെങ്കിൽ 2 കോടി റെഡിയാക്കി വെക്കേ, ഞാൻ വിളിക്കാം. എന്നാൽ ആകാശിന് 2 കോടിയോ? അത്രയും പൈസ എവിടുന്ന റെഡിയാക്കുക? ഒന്നും മനസ്സിലാവുന്നില്ല. ആകാശ് കാര്യങ്ങളൊക്കെ SI രമേശുമായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. എന്നാൽ രമേശിന്റെ ജോലി പോയത് തന്നെ അയാള് കൈക്കൂലി വാങ്ങിയിട്ടാണ്. അങ്ങനെ SI തന്റെ ഹയർ ഓഫീസറെ കാണാൻ വന്നിട്ട്, സാർ ഇങ്ങനെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട കേസില്ലേ, അതിൽ 2 കോടിയാണ് ആ ഒരു കിഡ്നാപ്പേഴ്സ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡീലിങ്ങില് മിഡിൽ നിന്നാലോ? അതായത് ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ട് ആ ഒരു ഗ്യാങ്ങിന് കൊടുക്കാൻ റെഡിയാക്കുന്ന 2 കോടിയില്ലേ, ആ പൈസ അടിച്ചു മാറ്റുക, അങ്ങനെ ഗ്യാങ്ങിന് ലോക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്പെക്ടർ അതൊക്കെ ഓക്കെയാണ്, എനിക്ക് 60% ബാക്കി നിനക്ക്. അപ്പോൾ SIയും
ആയിക്കോട്ടെ സാറേ, ഓക്കെയാണ്. എന്നാൽ അതേ സമയത്ത് ആകാശില്ലേ തന്റെ മകന് വേണ്ടിയിട്ട് പരിചയമുള്ള പല സ്ഥലത്തും റിലേഷനിലൊക്കെ വിളിച്ചിട്ട് പൈസ കളക്ട് ചെയ്യാൻ നോക്കിയിട്ട് ആകെ 40 ലക്ഷം കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്ത് പണയം വെച്ചിട്ടാ എങ്ങനെയാ ബാക്കി ഉണ്ടാക്കുക, ഒന്നും മനസ്സിലാവുന്നില്ല. അത് കേട്ടപ്പോ പ്രിയയില്ലേ അവളുടെ കയ്യിലുള്ള എല്ലാ സ്വർണവും അവന് വിൽക്കാൻ കൊടുക്കാണ്. ആ ഒരു കൂട്ടത്തില് പ്രിയ തന്റെ കയ്യിലുണ്ടായിരുന്ന ആകാശ് ധരിപ്പിച്ചു കൊടുത്ത വെഡ്ഡിംഗ് റിംഗും കൂടി ഊരി കൊടുക്കാണ്. അത് കണ്ടപ്പോ ആകാശിന് എന്തോ സഹിക്കാൻ പറ്റിയില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഒരു ചെറിയ പയ്യനില്ലേ നമ്മുടെ ഹീറോ ലക്കിയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ കാര്യം മനസ്സിലായപ്പോ നേരെ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അങ്ങേരോട് അവന് മനസ്സിലായ കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ആ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ലക്കിയാണെന്ന് ഓൾറെഡി കടയുടെ ഓണർ അഡ്രസ്സ് കൊടുത്തതല്ലേ. അപ്പൊ ആ പയ്യനും ലക്കിക്ക് ഒരു ലവർ ഉണ്ട്, അവന്റെ പേര് സ്വൈബ് എന്നാണെന്നും അങ്ങനെ അവന്റെ ഏരിയയുടെ അഡ്രസ്സും അസിസ്റ്റന്റിന് ആ ഒരു പയ്യൻ കൊടുക്കാണ്. അതായത് ആ ഒരു പയ്യൻ പോലീസിന്റെ റെഗുലർ ഇൻഫോമർ ആണ്. അങ്ങനെ കുറച്ച് പൈസ അവന് കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഓൾറെഡി ലക്കിയെ കുറിച്ച് അവർക്ക് മനസ്സിലായതാണ്. ഇപ്പോ നമ്മുടെ ഹീറോയെ കുറിച്ചും പോലീസിന് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആകാശിന്റെയും പ്രിയയുടെയും സിറ്റുവേഷൻ അറിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് പ്രിയയുടെ അനിയനും ഭാര്യയും വരികയാണ്. അവരോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൻ ചോദിക്കുന്നത് ആ ഒരു ചെറിയ കുഞ്ഞിനെ വിട്ടിട്ട് ആകാശേ നീ എവിടെയാ പോയെ, തീരെ ഉത്തരവാദിത്തമില്ലാതെ നിന്റെ ഒരു അശ്രദ്ധ കൊണ്ട് എന്താ സംഭവിച്ചു കണ്ടില്ലേ. എന്നാല് ആകാശിന് വേറെ വഴിയില്ലാതെ അവന്റെ ഭാര്യ പ്രിയയുടെ അഫയറിനെ കുറിച്ച് പറയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു, ആ ഒരു കുഞ്ഞിനെ കൂടി ഇതൊക്കെ അറിയിക്കണമായിരുന്നു. അത് കേട്ടപ്പോ പ്രിയയുടെ അനിയൻ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട്. പ്രിയ നിന്നിൽ നിന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, പിന്നെ അവർക്ക് കൊടുക്കാനുള്ള ബാക്കി പൈസയില്ലേ അത് ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. അതേ സമയത്ത് നമ്മുടെ ലക്കിയെയും ഹീറോയുടെ ഉമ്മയും അതുപോലെ കുഞ്ഞിപ്പയ്യൻ പാടിയെയും ഒരു അൽത്താഫിനെ ഏൽപ്പിച്ചിട്ടല്ല പോയിട്ടില്ലേ. അവനാണെങ്കിൽ എപ്പോഴും റീൽസ് കണ്ടുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ലക്കിയും ഒരു ചെറിയ അവസരം കിട്ടിയാലേ എങ്ങനെയെങ്കിലും അവനെ കബളിപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനിലാണ്. അതേ സമയത്ത് ആകാശില്ലേ സങ്കടത്തില് അവന്റെ മകന്റെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ രാവിലെ പ്രൊജക്റ്റില് എടുക്കാൻ മിസ്സായി പോയ ആ ഒരു സിംഹത്തിന്റെ ടോയ് കാണാണ്. അത് കാണുമ്പോൾ അവന്റെ കണ്ണ് നിറയുന്നുണ്ട്. ഇത് അവൻ എടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നത്തിൽ ചെന്ന് പെടില്ലായിരുന്നല്ലോ, അവനെ മിസ്സാവില്ലായിരുന്നല്ലോ. എന്നാൽ നമ്മുടെ ഹീറോ തന്റെ ഇല്ലീഗൽ ജോലിയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം ഒരിക്കലും ആ വഴി തിരിച്ച് പോരുതെന്ന് പ്ലാൻ ചെയ്തതാണ്. എന്നാലിപ്പോ വേറെ നിവൃത്തിയില്ലാതെ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട അവസ്ഥയിലെത്തിയില്ലേ. എന്റെ ഫ്രണ്ട് അവനോട് പറഞ്ഞതാ, ഒരിക്കലും ഈ ചളിയിൽ വീണ് കഴിഞ്ഞാല് ജീവിതകാലം മുഴുവൻ ഈ ചേറ് ചുമക്കേണ്ടി വരുന്ന. ഇപ്പോ അതേ അവസ്ഥയില്ലേ. ലക്കി നിന്റെ ജീവിതമെങ്കിലും നീ സേഫ് ആയിക്കോ, എന്റെ ലൈഫിൽ നിന്ന് നീ രക്ഷപ്പെട്ടു പോയിക്കോ. എന്നാലും ലക്കി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, അതിന് വേണ്ടിയിട്ടല്ല നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നേ. അങ്ങനെ അവനെ ഹഗ് ചെയ്യാണ്. ആ കാഴ്ച കണ്ടപ്പോ ഫ്രണ്ട് പറയുന്നുണ്ട് റൊമാൻസ് അതൊക്കെ മതി, ആ പൈസ വാങ്ങണ്ടേ, ആ പയ്യന്റെ അച്ഛന് ഒന്നുകൂടി വിളിക്കണം. അങ്ങനെ ഹീറോയും കൂട്ടിയിട്ട് ആ ഒരു കോളിംഗ് ബൂത്തിലേക്ക് അവർ പോവാണ്. അപ്പോൾ അവരുടെ ഓരോ നീക്കവുമില്ലേ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ അസിസ്റ്റന്റ് വീടിന്റെ പുറത്ത് വന്നിട്ട് വ്യക്തമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തില് തായിയുടെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങേർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ കിഡ്നാപ്പില് തായ്ക്കും ബന്ധമുണ്ട്. അതേ സമയത്ത് ആകാശിനോട് നമ്മുടെ പ്രിയയുടെ അനിയൻ രവി പറഞ്ഞിരുന്നില്ലേ ബാക്കി പൈസ ഞാൻ റെഡിയാക്കാന്ന്, ആ മാക്സിമം റെഡിയാക്കിയിട്ടും 20 ലക്ഷത്തിന്റെ കുറവുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഷോർട്ടേജുള്ള കാര്യം പോലീസ് ടീമിനോട് പറയുമ്പോൾ SIയുടെ അസിസ്റ്റന്റ് ഇല്ലേ ഈ ഒരു കിഡ്നാപ്പുമായിട്ട് തായ്ക്ക് ബന്ധമുണ്ടെന്ന് പറയാണ്. അപ്പൊ SI നിങ്ങളുടെ മകനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതൊരു ഡേഞ്ചറസ് ടീമാണ്. അതായത് ആസിഡ് തായ് എന്നറിയപ്പെടുന്ന ഒരു ലേഡിയും അവരുടെ ആൾക്കാരുമാണ്. അപ്പോൾ ഒരു റിസ്ക് കൊടുക്കാതെ ഓരോ നിമിഷവും നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തേ മതിയാവും. അപ്പോഴാണ് നമ്മുടെ ഹീറോ വീണ്ടും ഫോൺ ചെയ്യുന്നത്. അപ്പോൾ ആകാശ് അവരുടെ ഭാഗത്ത് ഒരു 20 ലക്ഷത്തിന്റെ ഷോർട്ടേജ് ഇല്ലേ ആ കാര്യം പറയാണ്. അപ്പൊ ഹീറോ അങ്ങനെയാണെങ്കിൽ നിന്റെ മകന്റെ പകുതി മതിയോ, ഇത്രയും നിനക്ക് റെഡിയാക്കാൻ പറ്റിയില്ലേ, അപ്പോൾ ഒരു 20 കൂടി നീ റെഡിയാക്ക്. അടുത്ത പ്രാവശ്യം ഞാൻ വിളിക്കുമ്പോൾ പൈസ റെഡി ആയിരിക്കണം, പിന്നെ ഞാൻ പറയുന്ന സ്ഥലത്ത് ആ പൈസ വെച്ചേക്കുക, നിന്റെ കുട്ടി നിന്റെ കയ്യിലെത്തിക്കോളൂ. എന്നാൽ ആകാശാണെങ്കിൽ ചക്ര ശ്വാസം വലിച്ചിട്ടല്ലേ അത്രയും പൈസ ഉണ്ടാക്കിയേ, ഇനിയിപ്പോ 20 ലക്ഷം എവിടെ നിന്നുണ്ടാക്കുക ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ആ പൈസ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്ത് റെഡിയാക്കിയെന്നോ, എവിടെ നിന്ന് റെഡിയാക്കിയെന്ന്? ഞാൻ ജാവേദിനോട് ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവന് ആ പൈസ തന്നെ. എന്നാൽ ആകാശ് അവന്റെ പൈസ കൊണ്ട് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണ്ട, ഞാൻ എവിടെന്നെങ്കിലും പൈസ റെഡിയായിക്കോളാം. എന്നാൽ പ്രിയ നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിന്റെ ഈഗോ മാറ്റിവെക്ക്. അപ്പോൾ ആകാശ് മറുത്തൊന്നും പറയുന്നില്ല. അങ്ങനെ ആകാശിന് ഫോൺ ചെയ്ത് പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവന്റെ ഉമ്മയില്ലേ അവനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നൊരു കാര്യം പറയണം, ഞാൻ നേരത്തെ മറന്നുപോയതാ, പുറത്തൊരു കോട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് അവന്റെ ഫ്രണ്ട് ഏൽപ്പിച്ച ആ ഒരു ഡ്രഗ്സ് ഉണ്ടായിരുന്ന അതേ കോട്ട് തന്നെ. അത് കണ്ടപ്പോൾ ഹീറോയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സന്തോഷത്തില് ലക്കിയെ ഹഗ്ഗും ചെയ്തിട്ട് നേരെ പുറത്തു വന്ന് ഫ്രണ്ടിനോട് പറയുന്നുണ്ട് നിന്റെ മരുന്നൊന്നും എവിടെയും പോയിട്ടില്ല, അത് ഉമ്മ എടുത്തു വെച്ചതായിരുന്നു, മറന്നു പോയതായിരുന്നു. അപ്പൊ ഫ്രണ്ട് ഇത് നേരത്തെ തേടി പിടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും വരുമായിരുന്നു, നമുക്ക് നേരെ തായെടുത്ത് പോയിട്ട് ഈ സാധനം കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം. അങ്ങനെ തായോട് മരുന്ന് കിട്ടിയ കാര്യമൊക്കെ പറയുമ്പോൾ തായ്ക്ക് എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല, ഒരു റിയാക്ഷനും ഇല്ല. അപ്പൊ ഹീറോ അല്ല തായി നമുക്ക് ഈ ഒരു പ്ലാൻ ഒഴിവാക്കിയാലോ, ആ ഒരു കുട്ടിയെ തിരിച്ചു കൊടുത്തേക്കാം, നിങ്ങളുടെ മരുന്ന് തിരിച്ചു കിട്ടിയില്ലേ. അത് കേട്ടപ്പോ തായ്ക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. നീ എന്താടാ പറയുന്നേ, ആ ഒരു പയനിലൂടെ ഒറ്റയടിക്ക്
2 കോടിയെ കയ്യിൽ വരാൻ പോകുന്നത്. ഓരോ ഡീലിങ്ങിൽ പൈസ ഉണ്ടാക്കാൻ പെടുന്ന കഷ്ടപ്പാട് നമുക്കേ അറിയൂ. അപ്പൊ ആ പൈസ വെറുതെ കളയണ്ട. ഒരു കാര്യം ചെയ്, ഒരു പ്രശ്നമില്ലാതെ ഈ ഒരു ഡീലിങ് നല്ല രീതിയിൽ നീ തീർത്തതാ. നിനക്ക് 20 ലക്ഷം കമ്മീഷനായിട്ട് ഞാൻ തന്നേക്കാം. എന്നാൽ നമ്മുടെ ഹീറോയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല, മറുത്ത് ഒന്നും പറയുന്നില്ല. അത് കണ്ടപ്പോ തായ് പറയുന്നുണ്ട്, എന്താ മോനെ ചിന്തിക്കുക, വെറുതെ ആലോചിച്ച് തെറ്റായിട്ടുള്ള തീരുമാനം ഒന്നും എടുക്കണ്ട. കൂടുതൽ കളിച്ചാല് നിന്നെയും നിന്റെ ഉമ്മയും എനിക്ക് തീർക്കേണ്ടി വരും. അപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യും. അപ്പോൾ ഹീറോയ്ക്ക് വേറെ വഴിയില്ല, അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകണം. എന്നാൽ നേരത്തെ ലക്കിയോട് പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന് പറഞ്ഞിട്ടല്ലേ വന്നേ. എന്നാലിപ്പോ അവര് സമ്മതിച്ചില്ല. നമുക്കിത് ചെയ്തേ മതിയാവും. അപ്പോൾ ലക്കി നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, എല്ലാം വിധിയായിരിക്കും. എന്തായാലും 20 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടില്ലേ, ആ പൈസയും കൊണ്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. അതേ സമയത്ത് നമ്മുടെ ആകാശം ടീമുമില്ലേ, അവിടുന്ന് ആ പൈസ കൊടുക്കാൻ ഇറങ്ങുമ്പോഴാണ് ജാവീദ് ആ ഒരു 20 ലക്ഷം കൊണ്ട് നേരെ പ്രിയയുടെ അരികിലേക്ക് വരുന്നത്. അവനെ കണ്ടപ്പോ പ്രിയ ജാവീദിനെ ഹഗ് ചെയ്യാണ്. ആ കാഴ്ച കണ്ടിട്ട് ആകാശിനെ സഹിക്കുന്നില്ല. അവരുടെ നേരേക്ക് പോകുമ്പോ രവിയുടെ ഭാര്യയിലെ അവനെ സ്റ്റോപ്പ് ചെയ്യാണ്. വെറുതെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നാല് ആകാശ് നേരെ പോയിട്ട് ജാവീദിനോട് താങ്ക്സ് പറയാണ്. എന്നാല് അവനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഓൾറെഡി നമ്മുടെ ഹീറോ ഇല്ലേ, അവരോട് ഏത് സ്ഥലത്തേക്കാണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ ഹീറോയുടെ വീട്ടില് എല്ലാവരെയും നോക്കാനായിട്ട് അൽത്താഫിനെ ഏൽപ്പിച്ചിട്ടാണ് അവര് ആ ഒരു പൈസ വാങ്ങാൻ പോകുന്നത്. എന്നാൽ ആ ഒരു കാഴ്ചയൊക്കെ ഇൻസ്പെക്ടറിന്റെ അസിസ്റ്റന്റ് പുറത്തുനിന്ന് വാച്ച് ചെയ്യുന്നില്ലേ. അങ്ങനെ ഇൻസ്പെക്ടർ വിളിച്ച് പറയുന്നുണ്ട്, സാറേ അവര് ടീമിലെ എല്ലാ ആളുകളും ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. എന്നാൽ അവരുടെ കൂടെ ആ ഒരു കുട്ടി പാടിയില്ല. ഓൾറെഡി ഇൻസ്പെക്ടറും SIയും 2 ആളും കൂടിയാണ് ആ ഒരു പൈസ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. എന്നാൽ ആകാശ് പറയുന്നുണ്ട്, സാറേ ഞാനും നിങ്ങൾ കൂടെ വരാം. അപ്പോൾ പ്രിയയും ഞാനും വരുന്നുണ്ട്. അല്ല നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ? നമ്മളെന്താ ടൂറ് പോവാ? കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്യാൻ പോവല്ലേ? അതുകൊണ്ട് മേഡം നിങ്ങൾ വരണ്ട, തൽക്കാലം ആകാശ് വന്നോട്ടെ. അങ്ങനെ ഇൻസ്പെക്ടറും ആകാശും കൂടി ആ ഒരു പൈസ വെക്കാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അതേസമയത്ത് SI അല്ലേ ആൾക്കാരെയും കൂട്ടിയിട്ട് നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ആകാശിനെ വിളിക്കുന്നത്. അപ്പൊ ആകാശ്, നീ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഹീറോ, നീ ഒറ്റക്കല്ലേ വന്നിട്ടുള്ളേ? നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് മനസ്സിലായാല് പിന്നെ പൊന്നു മോനെ നിന്റെ കുട്ടിയെ നീ ഒരിക്കലും കാണില്ല. അപ്പൊ ആകാശ്, ഞാൻ ഒറ്റക്ക് വന്നിട്ടുള്ളേ. അങ്ങനെ ഹീറോ പറഞ്ഞ സ്ഥലത്തേക്ക് അവൻ നടന്നു പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയുടെ വീട്ടില് അവന്റെ ഉമ്മ കുറെ നേരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ അടങ്ങിയിരിക്കായിരുന്നില്ലേ. എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് വീട്ടിലെ ഓരോ ജോലി ചെയ്യാനായിട്ട് പോവാണ്. എന്നാൽ അത് കണ്ടപ്പോ അൽത്താഫ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അടങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കാൻ നോക്ക്. ആഹാ, നീ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് അടങ്ങിയിരിക്കാനോ? എനിക്ക് കുറെ ജോലി ചെയ്യാനുള്ളതാ. അപ്പോൾ അവനാണെങ്കിൽ നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞ. അങ്ങനെ ആ ഒരു ഉമ്മയെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു ഫോഴ്സില് അവര് തെറിച്ച് ഒരു സ്ഥലത്ത് തലയടിച്ച് താഴെ വീണ് പോണ്. ആ കാഴ്ച കണ്ടപ്പോ ലക്കി ഷോക്കായിട്ട് എന്താ ഉമ്മക്ക് പറ്റിയെന്ന് ഓടി വന്ന് നോക്കുമ്പോ അൽത്താഫ് പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവര് പറഞ്ഞ് കേൾക്കാതായപ്പോ ഞാൻ ഒന്ന് പുഷ് ചെയ്തതാ. അതേ സമയത്ത് നമ്മുടെ SIയും ആൾക്കാരും കൂടി ആ ഒരു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നില്ലേ. എന്നാൽ പ്രിയയ്ക്ക് തന്റെ മകനെ കുറിച്ചുള്ള ആവലാതിയില് ജാവീദിനെ വിളിച്ച് അവരുടെ പിന്നാലെ കാറിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ലക്കി ഹീറോയുടെ ഉമ്മാക്ക് എന്താ പറ്റിയെന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നേ, അവര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ദേഷ്യത്തില്, നീ ഇവരെ കൊന്നു കളഞ്ഞില്ലടാ. അവനാണെങ്കിൽ വല്ലാതെ പേടിയായിട്ട്, നിങ്ങൾ ഇവിടെ എങ്ങോട്ടും പോരുത്, ഞാനൊരു കോൾ ചെയ്തിട്ടായിരുന്നു പറഞ്ഞിട്ട് പേടിച്ച് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിലെ അവനെ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോ, അല്ല നീ എന്താ പറയുന്നേ? അവന്റെ ഉമ്മ മരണപ്പെട്ടുന്നോ? നിന്നോട് അവരൊന്ന് നോക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഉമ്മ മരണപ്പെട്ട കാര്യങ്ങളും ഹീറോ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവന്റെ പഴയ സ്വഭാവം രാക്ഷസ രൂപം പുറത്തു വരും. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ഈ കാര്യം പുറത്തു പോകാതെ നോക്കിയോ, തൽക്കാലം നമുക്ക് ഈ പൈസയുടെ ഡീലിംഗ് നടത്തിക്കളയാം, അതിനുശേഷം എന്താ ചെയ്യേണ്ടത് നോക്കാം. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഫ്രണ്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല ആകാശ് പൈസ കൊണ്ട് ഏകദേശം എവിടെ എത്തി? അവൻ ആ പബ്ലിക്കിന്റെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. എന്നാൽ ആൾക്കൂട്ടത്തിന്റെ നടുവില് അവനോട് നിൽക്കാൻ പറ. അങ്ങനെ ആകാശം പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ കൈപ്പൊക്കെ കാണിക്കാണ്. അപ്പോൾ ഹീറോ, ഒരു കാര്യം ചെയ്യ്, നിന്റെ കയ്യിലുള്ള ആ ബാഗില്ലേ, അവിടെ അരികിലായിട്ടൊരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഇല്ലേ, അതിലോട്ടിട്ട് തിരിഞ്ഞു പോയിക്കോ, നിന്റെ മോൻ നിന്റെ അടുത്ത് വന്നോളൂ. അപ്പോൾ ആകാശം ആയിക്കോട്ടെ. അങ്ങനെ അവൻ പോയി കഴിഞ്ഞെന്ന് ഉറപ്പായപ്പോ ഫ്രണ്ട് ഹീറോയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോ നീ പോയിട്ട് ആ ബാഗ് എടുത്തിട്ടോ. അപ്പൊ ഹീറോ, ആയിക്കോട്ടെ എടുത്തിട്ട് വരാം. അതേ സമയത്ത് കുറച്ചു നേരത്തെ അൽത്താഫിന്റെ കൈകൊണ്ട് ഹീറോയുടെ ഉമ്മ മരണപ്പെട്ടില്ലേ. അപ്പൊ ആ കാര്യം ഫ്രണ്ടിനെ വിളിച്ചു പറയാൻ വന്നപ്പോ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ തന്നെ നമ്മുടെ ലക്കിയില്ലേ ആ ഒരു ചെറിയ പയ്യൻ പാഡിയെ അവിടുന്ന് ജനലിലൂടെ രക്ഷപ്പെടുത്തി അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിരിച്ചു നോക്കുമ്പോ അൽത്താഫ് അവിടെ ലക്കിയും ആ ഒരു കുഞ്ഞ് പാഡിയും കാണുന്നില്ലല്ലോ. അവൻ തരിച്ചു നിൽക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ പണിയാണ് അവന് കിട്ടാൻ പോകുന്നതെന്ന് അവൻ തന്നെ കണ്ടറിയണം. എന്നാൽ അതേ സമയത്താണ് നമ്മുടെ SI രമേശും ആൾക്കാരും ആ ഒരു പാടി രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ഹീറോയുടെ വീട്ടിൽ വരുന്നത്. എന്നാൽ അവിടെ ഇപ്പോ ലക്കിയും ആ ഒരു പയ്യനും ഇല്ലല്ലോ. അവര് വീട്ടിൽ നോക്കുമ്പോൾ അവിടെ ഇപ്പൊ ആകെ അൽത്താഫ് മാത്രല്ലേ. അപ്പോൾ അവന് ഗൺ പോയിന്റ് ലോക്ക് ചെയ്തിട്ട് എവിടെയാ ബാക്കിയുള്ളവര്. എന്നാൽ അവനാണെങ്കിൽ പേടിച്ചവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവന്റെ ശരീരത്തില് ബുള്ളറ്റ് ഇറക്കി അവനെ തീർത്ത് കളയുന്നുണ്ട്. എന്നാൽ SIയുടെ പിന്നാലെ പ്രിയയും ജാവീദും തന്റെ മകനെ രക്ഷപ്പെടുത്താൻ വന്നിരുന്നില്ലേ. അവര് ആ കാഴ്ച കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ അസിസ്റ്റന്റ് SIയുടെ കൂടെയില്ലേ അതേ സ്ഥലത്ത് വെച്ച് SI രമേശിന്റെ നെഞ്ചിലും ബുള്ളറ്റ് ഇറക്കാണ്. അസിസ്റ്റന്റ് പറയുന്നുണ്ട്, എന്നോട് ഇൻസ്പെക്ടർ സാറാ പറഞ്ഞ് നിന്നെ ഈ ഡീലിൽ നിന്ന് അങ്ങ് ഒഴിവാക്കാൻ. അപ്പൊ രമേശ്, ആഹാ എന്നെ തീർക്കാൻ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ
നിന്റെ ഗതി നീ ഓർത്തോക്ക്, നാളെ നിനക്കും ഈ അവസ്ഥ വരില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ ചെറുതായിട്ട് അവൻ്റെ ഉള്ളിലൊരു പേടി വന്ന് അവന്റെ ശ്രദ്ധ മാറിയപ്പോൾ അവന്റെ നെഞ്ചത്ത് നമ്മുടെ SI ബുള്ളറ്റ് ഇറക്കാണ്. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്തിട്ട് രണ്ടുപേരും പാടായിട്ടുണ്ട്. എന്നാൽ ലക്കി നമ്മുടെ പാടി രക്ഷപ്പെടുത്തിയിട്ട് ഒരു കടയിലേക്ക് ഓടിക്കയറാണ്. അവിടുത്തെ ഫോണിൽ നിന്ന് ഹീറോയെ വിളിച്ച് കാര്യം പറയാൻ നോക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ഇല്ലേ ആ ഒരു ബാഗ് കൊടുത്തിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് ആ ഫോൺ റിംഗ് ആവുന്നത്. നോക്കുമ്പോൾ ലക്കിയാണ്. അപ്പൊ ഹീറോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്, പൈസയും കിട്ടി. അപ്പൊ ലക്കി അതല്ല അൽത്താഫ് നിന്റെ ഉമ്മയെ തള്ളിവിട്ടതില് ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് കേട്ടപ്പോ ഹീറോയുടെ രക്തം തളിച്ചിട്ട് അവന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതേ സമയത്ത് ഹീറോയുടെ വീട്ടില് നമ്മുടെ പ്രിയയും ജാവേദും എത്തിയിട്ടില്ലേ. അവരാ വീട് മുഴുവനായിട്ട് തന്റെ മകനെ തേടി നോക്കുമ്പോൾ അവിടെ എവിടെ അവനെ കാണുന്നില്ല. തന്റെ മകൻ പാഡിയുടെ ആ ഒരു സ്കൂൾ ടൈം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അതും കൈപിടിച്ച് അവർ സങ്കടപ്പെട്ട് കരയാണ്. എന്നാൽ ഹീറോ തന്റെ ഉമ്മ മരണപ്പെട്ട അറിഞ്ഞിട്ട് ഒരു കല്ല് പോലെ അവിടെ തന്നെ നിന്നു പോവാണ്. അപ്പൊ ഫ്രണ്ടും അല്ല അവൻ നല്ല രീതിയിൽ വന്നോണ്ടിരുന്നല്ലേ, അവനെന്താ പറ്റിയേ, എന്ത് നോക്കിക്കാടാ വാടാ. എന്നാൽ ഹീറോ അവരുടെ നേരേക്ക് അലറി വിളിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ ഗണ്ണില്ലേ ആ ഒരു ഗണ്ണ് എടുത്തിട്ട് അവരുടെ നേരേക്ക് തുരാ ഷൂട്ട് ചെയ്യാണ്. കാരണം ഹീറോയ്ക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാന് എപ്പോഴും അവന്റെ കൂടെ ഉണ്ടായിരുന്നത് അവന്റെ ഉമ്മ മാത്രമായിരുന്നില്ലേ. ആ ഉമ്മ പോയ സങ്കടം അവന് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ മറുഭാഗത്ത് നിന്ന് ഫ്രണ്ടിന്റെ ടീമും ഹീറോയ്ക്ക് നേരെ തുരുതുരാ ഷൂട്ട് ചെയ്യാണ്. ആ ഒരു ഗൺ ഫയർ ശബ്ദം കേട്ടിട്ട് ഇൻസ്പെക്ടറും ടീമും വരുമ്പോഴാണ് അവർ ആ ഷൂട്ടൗട്ട് കാണുന്നത്. അപ്പോൾ അവരുടെ വക അവരും ഷൂട്ടിംഗ് തുടങ്ങാണ്. എന്നാൽ നമ്മുടെ ആകാശ് പൈസ അവിടെ വെച്ചിട്ട് ആരാത് എടുക്കുന്നതെന്ന് മറിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴല്ലേ ഗൺഫയർ ശബ്ദം കേട്ടത്. എന്നാൽ പൈസ എടുക്കാൻ വന്ന ഹീറോ തന്നെ അവന്റെ ആളുകളെ ഇപ്പൊ എന്തിനാ ഷൂട്ട് ചെയ്യുന്നത്? അപ്പൊ ആകാശിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഹീറോ അവനൊരു നല്ലൊരു തന, അവൻ ഒരിക്കലും തന്റെ മകനെ ഉപദ്രവിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ടീം ഫോഴ്സ് ചെയ്തിട്ട് വേറെ നിവൃത്തിയില്ലാതെയാണ് അവൻ ഈ പ്ലാനിന് ഇറങ്ങിയത്. അങ്ങനെ ആ ഒരു ഷൂട്ടൗട്ടില് നമ്മുടെ ഹീറോ തന്നെ അവന്റെ ഫ്രണ്ടിന്റെ കഥ കഴിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇൻസ്പെക്ടറിലെ ആ ഗ്യാങ്ങിലെ ബാക്കി എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇൻസ്പെക്ടറിലെ തന്റെ ഹയർ ഓഫീസർ വിളിച്ച് പറയുന്നുണ്ട് ആ ഒരു ആകാശിന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് നമ്മുടെ ആസിഡ് തായുടെ ടീമാണ്. അവരുടെ ടീമിലെ എല്ലാ ആളുകളെയും ഞാൻ തീർത്തിട്ടുണ്ട്. എന്നാൽ സങ്കടം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഷൂട്ടൗട്ടില് ആകാശിനെയും ആകാശിന്റെ പയ്യനെയും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതായത് ഇൻസ്പെക്ടറിന്റെ പ്ലാൻ എന്താ, ആ ഒരു പൈസ അടിച്ചു മാറ്റണം. എന്നാൽ പിന്നീട് ഒരിക്കലും അതിൽ പ്രശ്നം ഉണ്ടാക്കാൻ ആകാശ് വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ഷൂട്ടൗട്ടില് ആകാശും പയ്യനും കൊല്ലപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ ഇയാള് സേഫ് അല്ലേ? ഇൻസ്പെക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങയുടെ തലയില് പിന്നില് ആരോ ഗണ്ണ് വെക്കാണ്. ആരാന്ന് തിരിഞ്ഞു നോക്കുമ്പോ അത് ആകാശാണ്. അതായത് ഇൻസ്പെക്ടറിന്റെ റിയൽ സ്വഭാവം ആകാശ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ പൊന്നുമോനെ പോലീസിന്റെ തലയിലാ ഗണ്ണ് വയ്ക്കുന്നത്, ഗണ്ണ് മാറ്റടാ. എന്നാല് ആകാശിന് കൂടെ നിന്ന് ചതിച്ചവന് എന്ത് പോലീസ് പൊട്ടിക്കാണ് അവന്റെ നെറ്റിയില്. അതായത് ആകാശ് എന്താ കരുതെന്ന് വെച്ചാല് ഇൻസ്പെക്ടർ കുറച്ചു നേരത്തെ സീനിയറോട് പറഞ്ഞില്ലേ ആകാശിന്റെ പയ്യനും ആകാശും കൊല്ലപ്പെട്ടു എന്ന്. എന്നാല് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്റെ മോൻ മരണപ്പെട്ടു പോയോ, അവരെ രക്ഷിക്കാൻ പറ്റിയില്ലേ? അതേസമയത്ത് വെടിയേറ്റ് താഴെ കിടക്കുന്ന ഹീറോ പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കുന്ന പോലെ നിങ്ങളെ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ അവനെ ഏൽപ്പിച്ച ലക്കിയിലെ അവളുടെ കൂടെ തന്നെ ആ കുട്ടിയുണ്ട്. അപ്പോൾ ഒരു പേടിയില്ലാതെ പോയി നിങ്ങൾ കുഞ്ഞിനെ കൂട്ടിക്കോ. അതേ സമയത്ത് കുറച്ചു നേരത്തെ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് നമ്മുടെ പോലീസ് ടീം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇൻസ്പെക്ടർ കാണുന്നില്ല. ആകാശിനോട് എന്താ പറ്റിയെന്ന് അവർ ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ സാറ് എന്നെ രക്ഷപ്പെടുത്താൻ ആ ഒരു ടീമിനെതിരെ ഷൂട്ട് ചെയ്തതാ. എന്നാൽ പാവം അദ്ദേഹവും അതിൽ മരണപ്പെട്ടു പോയി. ഇതുപോലെ ഒരുത്തനെ കൊന്നിട്ട് വെറുതെ ജയിലിൽ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനെ ഹീറോ ഇൻഫോം ചെയ്തിട്ട് നമ്മുടെ ലക്കിയിലെ ആകാശിന്റെ മകൻ പാടിയെ ആ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആകാശ് തന്റെ മകനെ വാരി പുണരാണ്. അപ്പോഴാണ് ലക്കി കാണുന്നത് ഹീറോയ്ക്ക് മുറിവ് പറ്റിയിട്ട് ആംബുലൻസിലേക്ക് കയറ്റുന്നത്. അപ്പോൾ അവന്റെ കൂടെ അവളും ആ ഒരു ആംബുലൻസിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്റെ മകന്റെ അരികിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ കുറച്ച് നാളിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ ഹീറോയുടെ ഉമ്മ മരണപ്പെട്ടില്ലേ, അപ്പോൾ അവരുടെ ഖബറിന്റെ അരികിൽ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആകാശിന്റെ ഫാമിലിയാണ് നമ്മൾ കാണുന്നത്. അതായത് പ്രിയയെ അത്രത്തോളം സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിന്നിട്ട് അവള് ചതിച്ചില്ലേ, അതുകൊണ്ട് അവളെ വഴിക്ക് വിട്ടിട്ട് ആകാശ് സ്വന്തം ജീവിതം നോക്കി പോകാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ പാഡിക്ക് തന്റെ അച്ഛൻ തന്നെ വിട്ടു പോകുന്നതിൽ വല്ലാതെ സങ്കടമുണ്ട്. അപ്പൊ ആകാശ് നീ പേടിക്കണടാ, ഉറപ്പായിട്ടും എല്ലാ ആഴ്ചയും അച്ഛൻ നിന്നെ കാണാൻ വന്നിരിക്കും. അങ്ങനെ പ്രിയ ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ തന്നെ ജാവേദും പ്രിയയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. നമ്മുടെ ആകാശിലെ സമാധാനത്തില് ഒറ്റകളുടെ ലൈഫ് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു കാറിൽ കയറുമ്പോൾ ആ ഒരു വണ്ടി ഓടിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയാണ്. അതായത് ഹീറോ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും പഴയ തെറ്റിലേക്ക് പോകില്ല, ഒരു നല്ല ക്യാബ് ഡ്രൈവറായിട്ട് സമാധാനത്തിൽ ഇനിയുള്ള ജീവിതം മുന്നോട്ട് ജീവിക്കന്നെ. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കഥ? അത്യാവശ്യം ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു ത്രില്ലർ കഥയായിരുന്നില്ലേ? അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാരണം നിങ്ങളുടെ ലൈക്കിലൂടെയല്ലേ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അതുപോലെ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും, ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ അത്യാവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റുകൾക്കുള്ള ഒരു കിടിലൻ തെലുങ്ക് സീരീസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. കാണാത്ത എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇപ്പൊ തന്നെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലും അടിപൊളി കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.